Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ayo. Good afternoon, Miss. Good afternoon. The samaya. Good morning, alla. Good morning, Miss. Good morning. Take your Hindi textbook. Prabha. പനിയില്ലേ മോളെ? കുറവുണ്ടോ? കുറഞ്ഞോ? റെസ്റ്റ് എടുക്കുന്നെങ്കിൽ എടുത്തോളൂ. യൂട്യൂബിൽ ക്ലാസ് കണ്ടാൽ മതി മോളെ. കൃപ കുറഞ്ഞു. ഓക്കെ, ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും കേട്ടോ. Good morning, Miss. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. ശ്രീദേവ്. ശ്രീദേവ് രാവിലത്തെ ക്ലാസ്സിലോട്ട് പോയി. ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന കുറെ സമയമായി. ഫോൺ സ്വിച്ച് ഓഫ് അല്ല. എന്താണ്? നമ്പർ മാറിനി. അതെ, ഒന്ന് നിന്റെ നമ്പർ നിന്ന് എനിക്കൊന്ന് ഹായ് അയച്ചിരണേ. മറന്നുപോലെ. ഞാൻ ആ നമ്പറിൽ കുറെ തവണയും വിളിക്കുന്നു നിന്നെ കാണാനിട്ട്. ഓക്കെ, മറന്നുപോലെ. ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അയച്ചിരണേ. എല്ലാരും റെഡി അല്ലേ? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്ത. ആയതേവേ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണോ ബുക്കും കൊണ്ട്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കടാ. പിന്നെ രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ മദ്രസയില്? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാലും എനിക്ക് ഒരു മെസ്സേജ് അങ്ങ് വിട്ടാ പോരായിരുന്നോ? ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോന്ന്. ഏത് ക്ലാസ്സിൽ ലീവ് ആയി കഴിഞ്ഞാലും ഒന്ന്. ഇപ്പൊ കൃപ അങ്ങനെ അയച്ചു ആദ്യത്തെ ക്ലാസ്സിൽ പനിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കില്ലല്ലോ. ഓ, ആയദേവ് സൂര്യദേവ് ഒന്നിച്ചല്ലേ? ഓക്കെ, എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തേ. ചെയ്തു മിസ്. ഒരു തവണ ടൈപ്പ് ചെയ്താൽ മതിയേ. 5 തവണയിലുണ്ട് ഓരോരുത്തർ. 5 തവണ പ്രസന്റ് കിട്ടില്ല. ഒരു തവണ മാത്രമേ പ്രസന്റ് ഇടുള്ളൂ. ഒറ്റൊരു തവണ നിങ്ങളുടെ പേര് എഴുതുക, പ്രസന്റ് നയിക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഒരു ലെസൺ എടുത്തു അല്ലേ? 5ാമത്തെ ലെസൺ രാഷ്ട്രകവി സുബ്രഹ്മണ്യ ഭാരതി. അപ്പൊ രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികൾ ഇപ്പൊ വന്നവര് എന്ത് ചെയ്യണം? ആ ക്ലാസ്സിന്റെ ലിങ്ക് കണ്ട് ക്ലാസ് മുഴുവനും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതിലെ നിങ്ങൾക്ക് ഇനി വർക്കുകൾ തരാൻ പോവുകയാണ്. ഫസ്റ്റ് വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം. ഇന്ന് തന്നെ നോട്ട്ബുക്കിലേക്ക് വർക്കുകളെല്ലാം എഴുതി ഇന്നൊരു 5 മണിക്കുള്ളിൽ അയക്കുക മിസ്സിന്. ഓക്കെ മിസ്. എല്ലാവരും അയക്കണം. ശബ്ദാർത്ഥം വേർഡ് മീനിങ് മിസ് പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി അയക്കുക. ഫസ്റ്റ് ശബ്ദാർത്ഥ വേർഡ് മീനിങ്.
വേർഡ് മീനിങ് വായിച്ചിരുന്നോ? പ്രതിഭാശാലി, ടാലന്റഡ്. സാഹിത്യപ്രേമി, ലവർ ഓഫ് ലിറ്ററേച്ചർ. പ്രശംസ, അപ്രിസിയേഷൻ. പിന്നെയോ ഉപാധി, ടൈറ്റിൽ. പ്രതിഭ, ടാലന്റ്. ലയബദ്ധ, റിഥമിക്. പഹനാവ. ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നില്ലേ നിങ്ങള്? എവിടെയാ കുറെ എണ്ണം വീഡിയോ ഓഫ് ചെയ്ത് എങ്ങോട്ട് പോയി? ആരോൺ, ഷംബി, വീഡിയോ ഓഫ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ക്ലാസ്സിൽ ലീവ് ചെയ്ത് വിടും. ഒരാളും വീഡിയോ ഓഫ് ചെയ്യേണ്ടിയില്ല. ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കാം. കേട്ടല്ലോ? ആരോൺ, വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് എന്താ അവിടെ പണി? അപ്പൊ നിങ്ങള് അതുപോലെ ബാക്കിയുള്ളവയെല്ലാം എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് വേർഡ് മീനിങ് എടുത്തെഴുതുക. ഇനി താഴെ സമാനാർത്ഥി ശബ്ദം. അത്ഭുത. സമാനാർത്ഥി ശബ്ദം പര്യായ പദങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അത്ഭുത, വിചിത്ര, അനോഖ, വിചിത്രമായ, അത്ഭുതമായ എന്ന മീനിങ്. പ്രസിദ്ധി, ഖ്യാതി, യശ്. അദ്വൈത് മ്യൂട്ടാക്കി വെച്ചേ. പ്രസിദ്ധി, പ്രസിദ്ധി ആർജിച്ച. സരസ്വതി, ഭാരതി, ശാരദ. ദേശ്, രാഷ്ട്ര, വദൻ. പ്രശംസ, താരീഫ്, ബഡായി. കണ്ടോ? ഇത്രയും സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക്. ഹോംവർക്ക് സൈഡിൽ എഴുതി വെച്ചോ. HW ഹോംവർക്ക് എഴുതി വെച്ചു. നെക്സ്റ്റ് മുഹാവരെ. അതും നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. മുഹാവരെ. ചാപ്പ് ചോടന, असर डालना. शोक सागर में डूब जाना, अत्यधिक दुखी होना. चकित हो जाना, हैरान रह जाना. ചാപ്പ് ചോടന, അസർ ഡാൽന, പ്രഭാവം ചെലുത്തുക. ഫാത്തിമ മെഹൂസ റെഡി? ഓക്കെ. ആഷൻ വീഡിയോ ഓൺ ചെയ്. പേജ് നമ്പർ 29. പേജ് നമ്പർ 29. ശോകസാഗറിനെ ഡൂബ് ജാന എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖിതനാവുക. ചകിത് ഹോ ജാന എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക. ഉണ്ടോ? ആ 3 മുഹാവരെ കൂടി നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. പിന്നെ അടുത്ത ഡിക്റ്റേഷൻ വാക്കുകളുണ്ട്. കോപ്പി റൈറ്റിംഗിൽ എഴുതുന്നു. സാധാരണ കോപ്പി റൈറ്റിംഗ് ഇന്ന് എഴുതണേ. ഇന്നൊരു പേജ് എഴുതണം. കോപ്പി റൈറ്റിംഗിലെ രാഷ്ട്രകവി, സുബ്രഹ്മണ്യ, അദ്ഭുത, സാഹിത്യപ്രേമി, സമ്മേളൻ, ലയബദ്ധ, വിശ്വവിദ്യാലയ, ഉത്കൃഷ്ട. ഇത്രയുണ്ട്. ഡിക്റ്റേഷൻ വേർഡ്സ് ഫുൾ എഴുതണോ? ഫുള്ള് വേണ്ട. ഒരു പേജിൽ 2 3 എണ്ണാണോ പിടിക്കുന്നത് അത് കേട്ടോ. ഓക്കെ. ആ ഇനി ഓറൽ ക്വസ്റ്റ്യൻസ്. മൗഖിക പ്രശ്ന. भारती का जन्म और कब कहाँ हुआ? भारती का जन्म कब और कहाँ हुआ? എവിടെ ഭാരതി ജനിച്ചത്? എപ്പോഴായിരുന്നു? പറഞ്ഞോളൂ. भारती का 1882 को तमिलनाडु के गांव एट्यपुरम में हुआ था. അതിന്റെ വായിൽ എന്താ പേനയോ? सेकंड क्वेश्चन. राजा ने उनकी काव्य प्रतिभा का सम्मान कैसे किया? अदल्ला. सुब्रमण्य भारती को बचपन में किस नाम से पुकारा जाता था? സുബ്രഹ്മണ്യ ഭാരതിനെ ഏത് പേരിലാണ് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്? സുബയ്യ. അല്ലേ? സുബയ്യ. അത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. कितने वर्ष की आयु में उन्होंने कविता लिखना प्रारंभ कर दिया था? എത്രാം വയസ്സിലാണ് അവൻ കവിത എഴുതാൻ തുടങ്ങിയത്? 11-ാം വയസ്സില്.
അത് 11ാം വയസ്സിലല്ല, 7ാം വയസ്സിൽ 7 വർഷം. 7 വയസ്സില് കവിത എഴുതുന്നുണ്ട്. പക്ഷെ 11ാമത്തെ വയസ്സിൽ അവൻ രാജകൊട്ടാരത്തിൽ ക്ഷണിക്കപ്പെട്ടിട്ട് കവി സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. 7ാം വയസ്സിലാണ്. അപ്പൊ 7 വർഷം. 4ാമത്തെ ക്വസ്റ്റ്യൻ, സാഹിത്യപ്രേമി രാജാനെ ഉനെ കഹാം ബുലായ. സാഹിത്യപ്രേമിയായ രാജാവ് അദ്ദേഹത്തെ എവിടേക്കാ ഒളിപ്പിച്ചത്? എവിടെയാ ഒളിപ്പിച്ചത്? രാജദർബാറിനെ, രാജസദസ്സിലേക്ക് അല്ലേ? അദ്വൈതം ഇടക്കിടക്ക് മുങ്ങുന്നുണ്ടടാ. അദ്വൈതേ ശ്രദ്ധിക്കുന്നില്ലേ? ആ, ഇനി നമുക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയാൻ പോകുന്നത്. എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ്. മൂന്നാമത്തെ 7 വർഷം. 7 വർഷം അത് എഴുതേണ്ടല്ല കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് മിസ് പറയാൻ പോകുന്നത്. ലിഖിത പ്രശ്ന, റിട്ടൺ ക്വസ്റ്റ്യൻസ്. प्रश्नों के उत्तर लिखो. Write answer to the following questions. First question. അദ്വൈത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അകം തിരക്കിലാന്ന് തോന്നല്ലേ? ഓക്കെ, ടീച്ചർ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഓക്കെ അല്ലേ? പറയുന്നത് ശ്രദ്ധിക്കണേ. ക്ലാസ്സിന് പിന്നെ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾ അവിടെ നിന്ന് കോമാളി കളിച്ചാല്. ദേവാഞ്ജന മാസ്ക് ഇട്ടിരിക്കുന്ന കണ്ടോ? फर्स्ट क्वेश्चन, कवि सम्मेलन में उपस्थित कवि चकित क्यों हुए? कवि सम्मेलन में उपस्थित कवि സമ്മേളനത്തിൽ പങ്കെടുത്ത കവികള് ചകിത് ക്യോം ഹുയേ, എന്തിനാണ് ആശ്ചര്യപ്പെട്ടു പോയത്? നമ്മൾ മാർക്ക് ചെയ്തിരുന്നു നേരത്തെ. कवि सम्मेलन में बाल कवि सुबैया ने अपनी कविताओं से अपनी इसी നമ്മളെ പേജ് നമ്പർ 26 രണ്ടാമത്തെ പാരഗ്രാഫ്. 11 वर्ष की अवस्था में राज दरबार के कवि सम्मेलन में बाल कवि 26 पेज नंबर 26 सेकंड पैराग्राफ 11 वर्ष की अवस्था में राज दरबार के कवि കൃപ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലീവ് അടിച്ച് പോയിക്കോട്ടോ. 11 वर्ष की अवस्था में राज दरबार के कवि सम्मेलन में बाल कवि सुभैया ने अपनी कविताओं से अपनी ऐसी छाप छोड़ी कि उपस्थित कवि इन प्रतिभा को देखकर चकित हो गए. 11 വർഷം മുതലേ ചകിത് ഹോ ഗയേ വരെ, പാരഗ്രാഫ് ലാസ്റ്റ് വരെ. പേജ് നമ്പർ 26 സെക്കൻഡ് പാരഗ്രാഫ്. ഒന്നാമത്തെ ആൻസർ ആണോ? ആ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറിൽ ഇപ്പം പറയുന്നത് 11 വർഷ की अवस्था में 11 വയസ്സുള്ള ആ പ്രായത്തില് राजदरबार के कवि सम्मेलन में बाल कवि सुभैया ने अपनी कविताओं से ऐसी छाप छोड़ी कि उपस्थित कवि इनकी प्रतिभा को देखकर चकित हो गए. ओके, पेज नंबर 26. എന്ത് ലേറ്റ് ആയത് അശ്വിൻ? पेज नंबर 26 सेकंड पैराग्राफ. സിനാന്റെ കൂടെ ആരാളുള്ളത്? ആരുമില്ല. അവിടെ നിങ്ങൾ ചിരിച്ചോണ്ടും വേറെ എവിടെയാണല്ലോ ശ്രദ്ധിക്കുന്നേ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അടയാളപ്പെടുത്തിയോ? നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആ നിഹാല് പറഞ്ഞോ?
അങ്കപ്പം നെറ്റ് ഉണ്ടായിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞുതരോ? പേജ് നമ്പർ 26 എടുക്കുക. സെക്കൻഡ് പാരഗ്രാഫില് 11 വർഷ की തുടങ്ങുന്ന ഭാഗം ചകിത് ഹോ ഗയേ വരെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. 11 വർഷ की അവസ്ഥ में തുടങ്ങുന്നത് ചകിത് ഹോ ഗയേ വരെ. ഇന്ന് 5 മണി വരെ സമയം തരും. വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നോട്ടെല്ലാം എഴുതി അയച്ചുതരാം. കേട്ടല്ലോ? നെക്സ്റ്റ് राजा ने उनकी काव्य प्रतिभा का सम्मान कैसे किया? രാജാവ് അദ്ദേഹത്തിന് എങ്ങനെ സമ്മാനാണ് നൽകിയത് എങ്ങനെയാണ്? പേജ് നമ്പർ 27 ഏറ്റവും മുകളില് राजा ने सुबैया की अद्भुत काव्य प्रतिभा का सम्मान करते हुए उन्हें ज्ञान की देवी सरस्वती की उपाधि भारती से सम्मानित किया. पेज नंबर 27 ഏറ്റവും മുകളില് പേജ് നമ്പർ 27 ഏറ്റവും മുകളിൽ രാജാനെ തുടങ്ങുന്ന ഭാഗം രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ലേറ്റ് ആയിട്ട് വരുന്നവര് ഈ ക്ലാസ് ഒന്നുകൂടി യൂട്യൂബിൽ കാണുക, എന്നിട്ട് അതിനുശേഷം മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3 सम्मानित किया वरे देवांजना. थर्ड क्वेश्चन काशी में रहने से भारती के जीवन में क्या परिवर्तन आया? കാശിയിൽ ജീവിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യ ഭാരതിക്ക് ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? മാർക്ക് ചെയ്തിരുന്നോ നേരത്തെ? ഇല്ലല്ലോ. പേജ് നമ്പർ 27 ലാസ്റ്റ് സെന്റൻസിന് മുകളിലോട്ട് നാലാമത്തെ ലാസ്റ്റ് സെന്റൻസ് പാരഗ്രാഫിലെ നിന്ന് മുകളിലോട്ട് നാലാമത്തെ ലൈൻ. यहाँ देखते हुए उनका पहनावा कब बदल गया? इसका उन्हें एहसास ही नहीं हुआ. यहाँ देखते हुए उनका पहनावा कब बदल गया? इसका उन्हें एहसास नहीं हुआ. नंबर 3 मार्क ചെയ്തോ? പേജ് നമ്പർ 27 ലാസ്റ്റ് പാരഗ്രാഫിന്റെ താഴെ മുകളിലോട്ട് നാലാമത്തെ ലൈൻ. यहाँ रहते हुए उनका पहनावा कब बदल गया? इसका उन्हें एहसास ही नहीं हुआ. അഞ്ചാമത്തത് അല്ല, അത് എത്രാമത്തേന്ന്? 3 നാലാമത്തെ പേജ് നമ്പർ മുഹമ്മദ് നിഹാൽ കണ്ടില്ലേ? മൂന്നാമത്തെ ഉത്തരം. പേജ് നമ്പർ 27 എടുത്തോടാ. ഇല്ല, നമ്പർ 3 നിഹാലിന് കിട്ടിയില്ല. ലാസ്റ്റ് പാരഗ്രാഫ് കണ്ടു ഏതാന്ന്? അതിൽ താഴത്തെ ലൈനിന് മുകളിലോട്ട് ഉണ്ട് നാലാമത്തെ ലൈൻ. यहाँ देखते हुए उनका पहनावा कब बदल गया? इसका उन्हें एहसास ही नहीं हुआ. നാലാമത്തത് ഭാരതി ने जन जागरण के लिए क्या किया? അത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 28 ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്. ഓജപൂർണ്ണ കവിതാओं और ओजस्वी वाणी से उन्होंने जन जागरण का काम किया. അദ്ദേഹം ഭാരതീനെ ജനജാഗരൺ के लिए क्या किया എന്നാണ് ജനജാഗരണത്തിന് വേണ്ടിയിട്ട് ഭാരതി ചെയ്തതെന്നാണ് ചോദ്യം. ओजपूर्ण कविताओं और ओजस्वी वाणी से उन्होंने जन जागरण का काम किया.
പേജ് നമ്പർ 28 ഏറ്റവും മുകളിലത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്. ओजपूर्ण कविताओं और ओजस्वी वाणी से उन्होंने जन जागरण का काम किया. अंजामते क्वेश्चन, वह कौन सी घटना थी जिससे सब शोक सागर में डूब गए? എന്തായിരുന്നു അന്ന് നടന്ന സംഭവം? ആ ദുഃഖ സാന്ദ്രമായ സംഭവം എന്തായിരുന്നു? പേജ് നമ്പർ 28 മുഹമ്മദ് സിനാൻ. സിനാനെ, ഇപ്പൊ മിസ് ഏത് ക്വസ്റ്റ്യൻ ആൻസറാ പറയുന്നേ? 5. ആൻസർ എവിടെയെന്ന് കിട്ടിയോ? ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നു, നീ അവിടുന്ന് വേറെ ആൾക്ക് ക്ലാസ് എടുക്കുന്നു അല്ലേ? അടുത്തുള്ളവരോട് മാറി നിന്നാൻ പറഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതായത് എന്തായിരുന്നു ആ ദുഃഖ സാന്ദ്രമായ സംഭവം? എന്താണ് അന്ന് നടന്നത്? അതാണ് നമുക്ക് എഴുതാനുള്ളത്. പേജ് നമ്പർ 28 ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. ഫസ്റ്റ് സെന്റൻസ് ലാസ്റ്റ്. मंदिर में एक हाथी को भोजन देते हुए हाथी ने उन्हें सूंड में लपेट कर इतनी तेजी से, അത് നമ്മൾ ആ ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല അല്ലേ? അത് പറയുമ്പോഴേ ക്ലാസ് കട്ടായി പോയത്. അതിപ്പോ പറഞ്ഞുതരാം, മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. जुलाई 1921 में ऐसी घटना घटी. ജൂലൈ 1921 ഇങ്ങനെ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? ജിസേ ശബ് ശോക സാഗർ മേ ഡൂബ് ഗയേ. എല്ലാവരും ദുഃഖസാന്ദ്രമായ രീതിയിലായിരുന്നു. എന്ത് ഈ സംഭവം എന്താന്ന് നോക്കാം. मंदिर में एक हाथी को भोजन देते हुए हाथी ने उन्हें सूंड में लपेट कर इतनी तेजी से जमीन पर पटका कर ഭാരതി അചേത് ഹോ ഗയേ. അമ്പലത്തിൽ വെച്ച് ഒരു ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈമില് ആ ആന തുമ്പിക്കൈ കൊണ്ട് ഈ ഭാരതിയെ വലിച്ച് നിലത്തേക്ക് എറിഞ്ഞു. അപ്പൊ തന്നെ ആര് മരിച്ചു കഴിഞ്ഞു? ഭാരതി. कुछ समय बाद सितंबर 1921 में उनका निधन हो गया. 1921 അപ്പൊ മരിക്കുന്നില്ല, അപ്പൊ അദ്ദേഹത്തിന്റെ ബോധം പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1921 സെപ്റ്റംബറിൽ ആണ് പിന്നീട് അദ്ദേഹം മരിക്കുന്നത്, ആന തുമ്പിക്കൈയില് വലിച്ചെറിഞ്ഞത് കൊണ്ട്. എന്താ ആശയൻ? അത് നിധൻ ഹോ ഗയാ വരെ, ഇപ്പൊ പറഞ്ഞത് വരെ നിധൻ ഹോ ഗയാ വരെ. सितंबर 1921 में उनका निधन हो गया. കാജൽ ഇപ്പൊ ചെയർ മാത്രമായോ? കാജലിനെ കാണുന്നില്ലല്ലോ. अपने छोटे से जीवन काल में राष्ट्रकवि भारती ने राष्ट्र सेवा के लिए जो योगदान दिया वह अविस्मरणीय और प्रशंसनीय है. അപ്പൊ ആ ചെറുപ്പകാലം മുതലേ തന്റെ ജീവിത ലക്ഷ്യം എന്താണ്? ദേശത്തെ, രാജ്യത്തെ സ്നേഹിക്കുക, സേവിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതൊരിക്കലും എന്താണ് വർണ്ണിക്കാൻ പറ്റാത്തതാണ്, അത്രയും പ്രശസ്തി ആർജിച്ചതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെയോ? ഏത് അഞ്ചാമത്തെ പറയാ? അതിന്റെ ആൻസർ തന്നെ പറഞ്ഞത്. പേജ് നമ്പർ 28 ലാസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് ലൈനിന്റെ ലാസ്റ്റ് ഭാഗം. मंदिर में एक हाथी को भोजन देते हुए. ഇതാരാ ഒരു വീഡിയോ ഓൺ ചെയ്യാത്ത ഒരാള്? ക്ലാസ്സിൽ ഇരിക്കുന്നവരെല്ലാരും വീഡിയോ ഓൺ ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. ടീച്ചർ എത്രാമത്തെ പറയുന്നേ? ഇപ്പൊ അഞ്ചാമത്തെ പറഞ്ഞു കഴിഞ്ഞു. കിട്ടിയോ?
മിസ് എനിക്ക് കിട്ടിയില്ല മിസ്. പേജ് നമ്പർ 28. ലാസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് സെന്റൻസിന്റെ അവസാന ഭാഗത്ത് മന്ദിർ മേം ഏക് ഹാത്തി കോ, മന്ദിർ മേം തുടങ്ങുന്ന ഭാഗത്ത് അത് മാർക്ക് ചെയ്യുക. 5 നമ്പർ ഇടുക. നിധൻ ഹോ ഗയ വരെ. എല്ലാരും മാർക്ക് ചെയ്തല്ലോ? യെസ്. അലൻ കിട്ടിയോ? ഓക്കെ. അപ്പൊ ആ 5 ക്വസ്റ്റ്യൻ ആൻസറും എഴുതുക. ഇനി അടുത്തത് ഫില്ലിന്റെ ബ്ലാങ്ക്സ്. ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്. എന്താണ്? മൂന്നാമത്തെ കൂടി പറഞ്ഞുതരാം. മൂന്നാമത്തെ എത്ര വരെയാണ്? മൂന്നാമത്തത് എഹ്സാസ് ഹി നഹി ഹുവാ വരെ ഒരു സെന്റൻസ് അല്ലേ ഉള്ളൂ. കണ്ടില്ലേ? 3ന്റെ ആൻസർ മാർക്ക് ചെയ്തിരുന്നോടാ നീ? यहाँ रहते हुए उनके पहनावा कब बदल गया, इसका उन्हें एहसास ही नहीं हुआ. ഇതെന്നാ സംഭവം എന്നറിയോ? ആരും വായിക്കൂല, സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂല. മിസ് 3 തവണ വായിക്കുമ്പോ ഞാൻ നിങ്ങൾ ഒരു തവണ ഒന്ന് വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടൂലേ? അത് പറ്റൂല. അതിന്റെ ആദ്യം എവിടെ തുടങ്ങുന്ന അവസാനം എവിടെ തുടങ്ങുന്ന അതുവരെയും വായിച്ചിട്ട് നമ്പറും പറഞ്ഞാലേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര പോലും വായിക്കാൻ മടിയാന്നർത്ഥം. ആ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണോ പറയാ? 5ാമത്തെയോ? നിധൻ ഹോ ഗയ വരെ. ആ പാരഗ്രാഫിൽ നിധൻ ഹോ ഗയ കണ്ടുപിടിച്ചേ. അലൻ എന്തേ അലൻ? നാലാമത്തെ ക്വസ്റ്റ്യൻ തരുവോ? എന്താണ് ആൻസർ തരുവോ? ഏതിന്റെ? മൂന്നാമത്തെ നാലാമത്തെ തേർഡും ഫോർത്തും. ഇപ്പൊ പറഞ്ഞ തേർഡും ഫോർത്തോ? ആ അതിൽ തേർഡ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആദ്യം. ടീച്ചറെ എനിക്ക് നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്തോ, ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബ് ക്ലാസ് ഒന്നുകൂടി കണ്ടിട്ട് മാർക്ക് ചെയ്തോ കേട്ടോ. ഓക്കെ. അപ്പൊ 5 ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി അടുത്തത് ഫില്ലിന്റെ ബ്ലാങ്ക്സ്. റിക്ത സ്ഥാനോं की पूर्ति उचित शब्द से करो. fill in the blanks with the correct words. ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്, അതെടുത്തിട്ട് ആ ഫില്ലിന്റെ ബ്ലാങ്ക്സിൽ ഇപ്പൊ തന്നെ ചേർത്തോ. വെറുതെ അവിടെ ഇരിക്കണ്ട, അവിടെ ഇരുന്നിട്ട് ഗോസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കണ്ട. ഇപ്പൊ തന്നെ പറയുമ്പോ തന്നെ അവിടുന്ന് എഴുതിക്കോ. ഫസ്റ്റ് രാഷ്ട്രകവി ഭാരതി കാ ജന്മ ഡേഷ് കോ ഹുവാ. എപ്പോഴാ? 11 ഡിസംബർ അല്ലേ? 11 ഡിസംബർ 1882. 11 ഡിസംബർ 1882 എന്നുള്ള സെന്റൻസ് അവിടെ എടുത്തത്. 11 ഡിസംബർ 1882. ഇല്ലെങ്കിൽ അവിടെ 1 മാർക്ക് ഇട്ട് വെച്ചോ. എന്തേ എത്തത് എഴുതാത്തെ? അത്തേറ്റ് എഴുത്. ആ ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, അമ്മേനെ അവിടെ ഇരുത്ത്, നീ അടുക്കളയിൽ പോയിട്ട് ചോറും കറിയും വെക്ക്. അമ്മ പഠിച്ചോട്ട്. അടുക്കളപ്പണി നീ എടുത്തോട്ടാ. രണ്ടാമത്തെ അതിൽ തന്നെ ഉൻകി മാതാ കാ നാം ഡേഷ്. ലക്ഷ്മി അമ്മാൾ. ലക്ഷ്മി അമ്മാൾ ഫസ്റ്റ് ആൻസർ. ഉൻകി മാതാ കാ നാം ലക്ഷ്മി അമ്മാൾ. ഇപ്പൊ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്പർ 2 അവിടെ 2 നമ്പർ ഇട്ടാ മതി. പിതാ കാ നാം ഡേഷ്. ചിന്നസ്വാമി അയ്യർ. നമ്പർ 3 ചിന്നസ്വാമി അയ്യർ. നമ്പർ 4 ഡേഷ് രാജാനെ. സാഹിത്യ പ്രേമി. രണ്ടാമത്തെ ആൻസർ.
അതാണ് നാലാമത് വരുന്നത്. 1 2 3 4 സാഹിത്യ പ്രേമി. राजा ने उन्हें राज दरबार के कवि सम्मेलन में बुलाया डैश में 1896 डैश में उनका विवाह डैश ചെല്ലമ്മ के साथ हुआ. ചെല്ലമ്മ के साथ हुआ. ഓക്കെ, ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്. അത് ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് വേഗം എടുത്ത് എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. കഴിഞ്ഞല്ലോ. ബാക്കിയുള്ളത് മാർക്ക് ചെയ്ത് വെച്ചോ, പിന്നെ സമയം കിട്ടുമ്പോൾ എഴുതിയാൽ മതി. അടുത്തത് വാക്യാംശ കേലിയേക്ക് ശബ്ദ ലിഖോ. ബ്രാക്കറ്റിലുണ്ട് ആൻസർ. അതിനും ആ വാക്യത്തിന് ചേരുന്ന ഒറ്റ വാക്ക്, വൺ വേർഡ് എടുത്ത് എഴുതണം. റൈറ്റ് വൺ വേർഡ് ഫോർ ദ ഫോളോവിങ്. എന്തേ ആഷിനെ? മിസ് ഇത് ഗ്രൂപ്പിൽ അയച്ചു തരാം. മിസ് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് കട്ടായി കിടക്കുന്നേ. മിസ് പറയാനിടയ്ക്ക് ചിലപ്പോ ശബ്ദമില്ല, ചിലപ്പോ ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചുതരാം. ക്ലാസ് ഗ്രൂപ്പിൽ അയക്കാം ഒന്നുകൂടി. ക്ലാസ് കഴിഞ്ഞ ഉടനെ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു തരും. ഇന്ന് ഒരു തവണ അയച്ചു തരുവേ. ക്ലാസ് ഗ്രൂപ്പില് കേൾക്കുന്നില്ലേ മക്കളെ നിങ്ങൾക്ക്? ക്യാൻ യു ഹിയർ മീ? യെസ്. ആഷിന് കേൾക്കുന്നില്ലേ? എന്ത് പറ്റി? വരുന്നു, ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ, മിസ് അത് ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു തരാം. ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ അത് നോക്കി എഴുത്. ഓക്കെ, എക്കോ വരുന്നുണ്ട്, സാറില്ല. കവിതാക്ക് രചന കർണേവാല ഡേഷ്. എന്താ പേര്? പറഞ്ഞ പേര് കവി. അതതിലുണ്ടല്ലേ? ആ മിസ് എന്റെ ഫോണിൽ ഇപ്പൊ ചാർജ് ഇല്ല. മിസ് ഇപ്പൊ എന്ത് വേണോ? അവിടേക്ക് ചാർജും കൊണ്ട് വരണോ? ലീവ് ചെയ്യട്ടെ? ലീവ് ചെയ്യട്ടെ? ചാർജ് തരുമ്പോ ഓഫ് ആയി പോയിക്കോട്ടെ, സാരില്ല. നീ ഇപ്പോഴേ ലീവ് ഒന്നും ചെയ്യണ്ട. ചാർജ് ആക്കി വെക്കിട്ടോ. രണ്ടാളെ ക്ലാസ് വേണ്ടുന്നതല്ലേ, ചാർജ് ചെയ്യണേ. ആ ഗെയിം കളിച്ചെല്ലാം ചാർജ് കളയാൻ പാടില്ല. അപ്പൊ നോക്ക്, ഇനി താഴെ കൊടുക്കുന്ന സെന്റൻസിന് വൺ വേർഡ്. കവിതാക്ക് രചന കർണേവാല കവി. അയാളെ പറഞ്ഞ പേരാണ് കവി. ജിസ്കെ മൻമേ സാഹിത്യക്കെ പ്രതി പ്രേമഹോ. ആരുടെ മനസ്സിലാണോ സാഹിത്യത്തോടുള്ള സ്നേഹം വരുന്നത് അതിനെ എന്ത് പറയും? സാഹിത്യപ്രേമി. യെസ്, വെരി ഗുഡ്, സാഹിത്യപ്രേമി. അത് ഇപ്പൊ മാർക്ക് ചെയ്ത് വെക്ക്, സാഹിത്യപ്രേമി. നെക്സ്റ്റ് ജിസ്മേ പ്രതിഭ ഹോ. ആരാണ് പ്രതിഭകള്? അവരെ പറഞ്ഞ പേര് പ്രതിഭാശാലി. യെസ്, പ്രതിഭാശാലി. ബാക്കിയുള്ളത് എന്തെന്നും ഉണ്ടാതെ? പ്രതിഭാശാലി. ജോ ഭൂൽനെ കെ യോഗ്യ ന ഹോ. മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് പറയും? അവിസ്മരണീയ. അവിസ്മരണീയ. മിസ് ഇതിലെ വർക്കുകൾ എല്ലാം ഗ്രൂപ്പിൽ അയച്ചുതരും. നിങ്ങൾ അത് നോക്കി ടെക്സ്റ്റ് ബുക്കിലേക്ക് മാർക്ക് ചെയ്യണേ. ഇത് കംപ്ലീറ്റ് ഫുള്ള് പറഞ്ഞിടും. ജോ പ്രശംസക്ക് യോഗ്യ ഹോ. ആരാണോ പ്രശംസയ്ക്ക് യോഗ്യനായത് അവരെ പറഞ്ഞ പേരാണ് എന്ത്? പ്രശംസനീയ. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ പിന്നീട് എഴുതിക്കോ. ഇപ്പൊ ഞാൻ അത് പറഞ്ഞു തീർക്കാം. ഉചിത ക്രിയാശബ്ദക്ക് വാക്യ പൂരേക്കരും. അപ്പൊ ക്രിയ എന്താന്ന് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. ജോ ശബ്ദ കിസി കാം കെ കർനെ യാ ഹോനെ കെ ബാരെ മേ ബതാതാ ഹെ വേ ക്രിയ അല്ലെങ്കിൽ വെർബ് കഹ്ലാത്തെ ഹെ. എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു ജോലി ചെയ്തു എന്ന് കാണിപ്പിക്കുന്ന വാക്കുകളാണ് ക്രിയ അല്ലെങ്കിൽ വെർബ്. ഉദാഹരണം പഠന, ഖേൽന, ദൗഡ്ന, ഹസ്ന, ചൽന. എക്സാമ്പിൾ. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിലുണ്ട് ക്രിയാശബ്ദം കൊടുത്തിട്ട്. അതിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെക്ക് ചെയ്ത് ശരിയാക്കണം. ഫസ്റ്റ് രാജാനെ ഉനേൻ രാജ് ദർബാർ കെ കവി സമ്മേളൻ മേ ഡാഷ്. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് ബുലായ. അല്ലേ? ഇനി നമുക്ക്
അടുത്ത് നോക്കാം. 1896 में उनका विवाह ചെല്ലമ്മ के साथ डैश होगा हुआ. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഹുവ. വെരി ഗുഡ്. ഹുവ. അപ്പൊ ഹുവാന്ന് എടുത്ത് എഴുതുക. അതിലിപ്പോ ടിക്കറ്റ് വെച്ചോ, നിങ്ങൾ പിന്നീട് മാറ്റി എഴുതിയാൽ മതി. ये उच्च शिक्षा के लिए काशी डैश गए जाए. ഏതാണ്? गए. ये उच्च शिक्षा के लिए काशी गए. भारती 1919 में गांधी से डैश मिलेंगे मिले. മിലെ കണ്ടു എന്നാണ്. മിലേങ്കെ എന്ന് പറഞ്ഞാൽ കാണുന്ന. മിലേ. ഇനി അടുത്തത് ഉചിത വിലോമ ശബ്ദസേ മിലാൻ കരോ. ശരിയായ ഓപ്പോസിറ്റ് വേർഡുമായിട്ട് ചേരുമ്പോൾ ചേർക്കുക. ജന്മ മരൺ. പ്രാരംഭ ഓപ്പോസിറ്റ് വേർഡ് എന്താ? പ്രാരംഭ അന്ത്. ഏറ്റവും മുകളിലുള്ള അന്ത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾ മാച്ച് ചെയ്ത് വെക്കുക. നോട്ട്ബുക്കിലേക്ക് ഓർഡർ ആക്കിയിട്ട് എഴുതുക. ശരിയായ വേർഡ് ഇംഗ്ലീഷ് അതായത് വിലോമ ശബ്ദം ഏതാണോ അത് വെക്കുക. ജന്മ ഓപ്പോസിറ്റ് മരൺ എഴുതുക. പ്രാരംഭ ഓപ്പോസിറ്റ് അന്ത് എഴുതുക. അങ്ങനെ ശരിയായ രീതിയിൽ എഴുതിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി റെഡിയാക്കണം കേട്ടോ. ഞാൻ അജ്ഞാൻ. ഞാൻ അജ്ഞാൻ. കോമൾ കഠോർ. ക്ലാസ് കട്ടായി പോവേ. ക്ലാസ് കഴിയാവാറായി. മിസ് അത് അയച്ചു. കോമൾ കഠോർ. ദുഃഖി സുഖി. പ്രശംസ നിന്ദ. ഉच्च निम्न. आजादी गुलामी. प्रिय अप्रिय. आनंद शोक. മിസ് ഇത് ഇപ്പൊ തന്നെ അയച്ചത്. നിങ്ങൾ 5 മണിക്ക് മുന്നേ 5 മണി വരെ സമയം തരാം. വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നോട്ട്ബുക്കിൽ എഴുതേണ്ടവ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ട ടെക്സ്റ്റ് ബുക്കിലും രണ്ടും കൂടി എഴുതി മിസ്സിന് അയച്ചില്ല. കോപ്പി റൈറ്റിംഗ് എഴുതി വെക്കണം കേട്ടല്ലോ. ഒരു പേജ് കോപ്പി റൈറ്റിംഗ് അത് ഇന്ന് എഴുതണം.